എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമെന്ത്? ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം. ഓപ്ഷൻ ബി 21. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. ഓപ്ഷൻ എ 1920. 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജലസംഭരണിയിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്നത് സ്ഥിതികോർജ്ജമാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുന്നു. ശബ്ദോർജ്ജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 എന്നിവ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. നേത്രചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? നേത്രചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി അൾട്രാവയലറ്റ് കിരണം. നേത്രചികിത്സയിൽ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണമാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുണ്ട്. മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളിലാണ് വീറ്റോ അധികാരമുള്ളത്. പാർലമെന്റ് പാസാക്കിയ എല്ലാ ബില്ലും പ്രസിഡന്റിന്റെ അനുമതിക്കായി അയക്കാറുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓൾ ഓഫ് ദി അബവ്. പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എന്താണ്? മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എന്താണ്? ഓപ്ഷൻ എ 7.4. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം 7.4. സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ്. സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനം. ഓപ്ഷൻ എ അപരാജിത ഓൺലൈൻ. അപരാജിത ഓൺലൈനാണ് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഓപ്ഷൻ എ 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഭരണഘടനയിലെ ഏത് ഭാഗമാണെന്ന് കണ്ടെത്തുക. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അനുച്ഛേദം 51 ഉൾപ്പെടുന്നു. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഭരണഘടനയിലെ ഏത് ഭാഗമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി മൗലിക കടമകൾ. തന്നിരിക്കുന്ന സൂചനകൾ ഭരണഘടനയിലെ മൗലിക കടമകളിലെ ഭാഗമാണ്. വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തം വൃത്താകൃതിയിൽ കാണാൻ കാരണം. വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തം വൃത്താകൃതിയിൽ കാണാൻ കാരണം. ഓപ്ഷൻ ബി വീക്ഷണസ്ഥിരത. വീക്ഷണസ്ഥിരത മൂലമാണ് വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തം വൃത്താകൃതിയിൽ കാണാൻ കാരണം. ചേരുംപടി ചേർക്കുക. ഈഡൻ ഗാർഡൻസ്, ചിന്നസ്വാമി സ്റ്റേഡിയം, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ചിദംബരം സ്റ്റേഡിയം. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു. ചേരുംപടി ചേർക്കുക.
ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1 ബി ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത, 2 ഡി ചിന്നസ്വാമി സ്റ്റേഡിയം ബംഗളൂരു, 3 എ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹി, 4 സി ചിദംബരം സ്റ്റേഡിയം ചെന്നൈ. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേത്? ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഓപ്ഷൻ സി ജീവകം സി. ജീവകം സി ആണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, പൗരദിനം. നവംബർ 26 പ്രാധാന്യം പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ 1, 2 എന്നിവ. നവംബർ 26 ദേശീയ നിയമദിനവും ദേശീയ ഭരണഘടനാ ദിനവും. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് IREL സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി മുംബൈ. മുംബൈയിലാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗറാണ്. പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 എന്നിവ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24 ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 എന്നിവ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത്? ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് ഓപ്ഷൻ എ തൊണ്ടയെയാണ് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മസ്ഥലം? ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മസ്ഥലം ഓപ്ഷൻ സി മങ്കൊമ്പ്. ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മസ്ഥലം മങ്കൊമ്പാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ. പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? ഓപ്ഷൻ എ 1, 2 എന്നിവ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമാണ് പറയുന്നവയിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്.
രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ സി ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷമേത്? തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം? ഓപ്ഷൻ സി 1932. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയത് 1932 പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. ഓപ്ഷൻ ബി ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യ എന്ന പരിപാടിയാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓംബുഡ്സ്മാൻ ഒരു ഏകാംഗ സംവിധാനമാണ്. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഓംബുഡ്സ്മാന്റെ പ്രവർത്തന മണ്ഡലം. കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓൾ ഓഫ് ദി അബവ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഓപ്ഷൻ ബി PC മഹ്ലനോബിസ്. PC മഹ്ലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ നദി. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ നദി. ഓപ്ഷൻ സി ഗോദാവരി. ഗോദാവരിയാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ നദി. കേരള വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ സ്വീകരിക്കുന്നു. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. കേരള വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓൺലി 2 and 3. 2 കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമേത്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം. ഓപ്ഷൻ സി കുറിച്യ കലാപം. കുറിച്യ കലാപമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം. ആരോഗ്യമുള്ള പുരുഷനിൽ 100 ml രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ്. ആരോഗ്യമുള്ള പുരുഷനിൽ 100 ml രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ്. ഓപ്ഷൻ സി 15 ഗ്രാം. ആരോഗ്യമുള്ള പുരുഷനിൽ 100 ml രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് 15 ഗ്രാമാണ്. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും
സാന്ദ്രത കൂടിയ ഗ്രഹം? ഓപ്ഷൻ എ ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം. അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്? അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ എ പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജാണ് അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഓപ്ഷൻ എ ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഓപ്ഷൻ ഡി ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ഓപ്ഷൻ സി 1926 ഗുവാഹട്ടി സമ്മേളനം. 1926 ഗുവാഹട്ടി സമ്മേളനത്തിലാണ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്. താമരയുടെ ശാസ്ത്രീയ നാമം എന്ത്? താമരയുടെ ശാസ്ത്രീയ നാമം ഓപ്ഷൻ ബി നെലുംബോ ന്യൂസിഫെറ. നെലുംബോ ന്യൂസിഫെറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ്? ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഓപ്ഷൻ സി ഓസോൺ പാളി. ഓസോൺ പാളിയാണ് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത്? സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഡെറാഡൂൺ. ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ഭാഷ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം? ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഓപ്ഷൻ ഡി മാതൃഭൂമി. മാതൃഭൂമിയാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി സംയുക്ത മേഖല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒരു സംയുക്ത മേഖലാ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി?
ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്? ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്? ഓപ്ഷൻ സി 2008. 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. തീരപ്രദേശത്തെ മുഖ്യ കൃഷി? തീരപ്രദേശത്തെ മുഖ്യ കൃഷി? ഓപ്ഷൻ എ നെല്ല്. നെല്ലാണ് തീരപ്രദേശത്തെ മുഖ്യ കൃഷി. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം? ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം? ഓപ്ഷൻ സി ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.